ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെ എല്ലാവരും വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നില്ല? അപ്പോൾ എനിക്ക് നല്ല സുഖം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ പുറത്ത് പോയിട്ട് ഭക്ഷണം വാങ്ങിയിട്ട് വരികയാണ്. എപ്പോഴും ഒന്നും അങ്ങനെ പുറത്തുനിന്ന് കഴിക്കാറില്ല കേട്ടോ, ഇതേപോലെ എപ്പോഴെങ്കിലും വയ്യാണ്ടായാലൊക്കെ. അപ്പോൾ രാവിലെ എണീറ്റപ്പോഴേ ഇങ്ങനെ ഒരു സുഖം ഉണ്ടായിരുന്നില്ല. പിന്നെ ആകെ അങ്ങ് ഛർദ്ദിച്ച് ഇടങ്ങറായിട്ടാണ്. എനിക്ക് അന്ന് സർജറി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആ ഏരിയയിലായിട്ട് ഭയങ്കര പെയിനും അങ്ങനെയൊക്കെ കൂടെ ആയിട്ട് ഇക്കാരണം നമുക്ക് വേഗം ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നതാണ്. ഞാൻ എന്താ പറയുക, കുറേയൊക്കെ ഇങ്ങനെ നോക്കട്ടെ. ഇപ്പോൾ ചിലരെന്നോട് പറയും എന്തെങ്കിലും ചെറുത്ത് മതി എന്നൊക്കെ. അപ്പോൾ ഓർക്കറിയില്ലല്ലോ നമ്മളെത്രയാണ് നമ്മൾ ഫേസ് ചെയ്യണമെന്നുള്ള കാര്യം. എനിക്ക് അത്രയും ഞാൻ ടയേർഡായിട്ട് അത്രേതായാലേ ഹോസ്പിറ്റലിൽ പോകണുള്ളൂ. അല്ലാണ്ട് എന്താ ഇങ്ങനെ ഒരാൾക്കും ഇഷ്ടമുള്ള കാര്യമല്ല ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോവുക, ഇഞ്ചക്ഷൻ എടുക്കുക, മരുന്ന് എടുക്കുക, ബ്ലഡ് എടുക്കുക, സൂചി വെക്കുക എന്നുള്ളത് ആർക്കും ഇഷ്ടമുള്ള കാര്യം, അത്ര സുഖമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ നമ്മൾ അത്ര ഇതാവുമ്പോഴല്ലേ പോകുന്നുള്ളൂ. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ കാറിൻ്റെ ഗ്ലാസ്സൊക്കെ ഒരു കഥയായി കിടക്കുന്നുണ്ട്. മറ്റേ ഞങ്ങൾ എവിടേക്ക് പോകുകയാണെന്നുണ്ടെങ്കിലൊക്കെ നല്ല ക്ലീൻ ആക്കിയിട്ടിട്ടാണ് പോവാറ്. പക്ഷേ ഇങ്ങനെ പെട്ടെന്ന് വെയ്യാണ്ടാഴ്ചയൊക്കെ ഉള്ള പോക്കാവുമ്പോൾ നമുക്കതൊന്നും വൃത്തിയാക്കാൻ പറ്റില്ല. പിന്നെ ഇപ്പോൾ നല്ല പൊടിക്കാറ്റ് അടിക്കുന്നുണ്ട്, നല്ലോണം പൊടിക്കാറ്റ് അടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്ലീൻ ആക്കി ഇട്ടാലും കുറച്ച് കഴിഞ്ഞിട്ട് കാർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതേമാതിരി പൊടി അടിച്ചെടുക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ എന്താ പറയുക, ഞങ്ങളിപ്പോൾ ഇതാ ഷാർജ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ എവിടെയാണെന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്നെ കാണാൻ വേണ്ടി ആഗ്രഹമുള്ള കുറേ പേരൊക്കെ. ഞങ്ങൾ ദിപ്പയിലാണ് കേട്ടോ. ഷാർജയിൽ നിന്നും ദുബായിൽ നിന്നും അബുദാബിയിൽ നിന്നും അങ്ങനെ കുറേ നമ്മൾ UAE കുറേ ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് ചെയ്യുന്നുണ്ട് എവിടെയെന്ന് ചോദിച്ചുകൊണ്ട്. ഞങ്ങൾ ദിബ്ബൽ ഫുജൈറയിലാണ്. അങ്ങനെയൊക്കെ നമ്മൾ ദിബയിലും കുറേ പേരുണ്ട് കേട്ടോ നമ്മൾക്കറിയുന്ന, അതായത് നമ്മൾ ചാനലിലുള്ള നമ്മളെ സബ്സ്ക്രൈബേഴ്സ് അങ്ങനെയൊക്കെ. അപ്പോൾ ഏതായാലും ഞങ്ങളിപ്പോൾ ഇതാ ഇവിടെ സുലൈഖയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ എത്തിയപ്പോൾ ടൈം 10:15 10:30 അങ്ങനെ ആയി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഓർമ്മയില്ല കറക്റ്റ്. This is what I like. ഇതാണ് എനിക്ക് ഇഷ്ടം എന്നറിയാം. എനിക്ക് ഹെൽപ്പറാണ് എൻ്റെ. ഇപ്പോൾ ഏതായാലും ഹോസ്പിറ്റലിൽ കാണിക്കലൊക്കെ കഴിഞ്ഞ് സുലൈഖ ഹോസ്പിറ്റലിൽ ഞങ്ങളെ തറവാട്, ഞാൻ പറയല് നമ്മളെ തറവാട്ടിൽ പോകാനാണ് കേട്ടോ ഹോസ്പിറ്റലിൽ പോകാൻ. ഇപ്പോൾ ഏതായാലും കാണിക്കലൊക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിൽ പോവുകയാണ്. അപ്പം കാണിച്ചിട്ട് പറഞ്ഞത് ഒരു MRI ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ട്. അത് ഇനി ഒരാഴ്ച കൂടെ കഴിഞ്ഞിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ചെറുതായിട്ട് ഒരു ഇൻറ്റേർണൽ ബ്ലീഡിങ് കാണുന്നുണ്ട്, അങ്ങനെ പ്രശ്നമില്ല. അപ്പോൾ എന്താ അതുകൊണ്ടാണ് ആ ഒരു ഛർദിയും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞ്, അങ്ങനെ ആ ഒരു ബ്ലീഡിങ് ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനെ വയറിന് വരുന്ന ഒരു അസ്വസ്ഥത കൊണ്ട് അങ്ങനെ വരുന്നതാണ് ഛർദി എന്ന് പറഞ്ഞ്. പക്ഷെ സീരിയസ് ആയിട്ട് പ്രശ്നമായിട്ട് ഒന്നുമില്ല, അൽഹംദുലില്ലാ. മറ്റേ തീയിൽ കുരുത്തത് വെയിലത്ത് പാടൂല എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതൊന്നും വലിയ പ്രശ്നമല്ല. ഞാൻ കുറേ കാലമായി, എനിക്ക് തോന്നുന്നു എത്ര വർഷമായി, 10 വർഷം എങ്ങനെ ആവാനായി തോന്നുന്നുണ്ട് ഇതിൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കണത്. അതുകൊണ്ട് ഇപ്പോൾ എന്താ എനിക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോഴൊക്കെ അങ്ങനെ ഒരു പേടിയൊന്നും തോന്നാറില്ല. പിന്നെ എനിക്ക് എൻ്റെ അറബ് ഫ്രണ്ടിൻ്റെ വീട്ടിലൊരു പരിപാടി ഉണ്ടായിരുന്നു, അങ്ങനെ ഓളോടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ ഫ്ലേവർ കണ്ടപ്പോൾ ഞാൻ മാഷാല്ലാ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇക്കാക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കൊതിയപ്പോൾ ഞങ്ങളിങ്ങനെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നതാണ്. കുറേ ആയിക്കണ് ഇങ്ങനെ പുറത്ത് പോയി ഇരുന്ന് ഫുഡ് കഴിച്ചിട്ട്. അപ്പോൾ നമുക്ക് പുറത്ത് പോയിരുന്ന് ഫുഡ് കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഗ്രില്ലാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഗ്രില്ല് മാഷാല്ലാ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഞങ്ങൾ കഴിക്കാന്നുണ്ടെങ്കിൽ ഇവരുടെ അടുത്തു നിന്നാണ് കഴിക്കാറുള്ളത്. എപ്പോഴൊന്നും അങ്ങനെ ഗ്രില്ലൊന്നും കഴിക്കണത് നല്ലതല്ല, വല്ലപ്പോഴൊക്കെ നമുക്ക് കൊതിയാവുമ്പം കഴിക്കുക.
പിന്നെ നല്ല ഹ്യൂമിഡിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാറൊക്കെ കണ്ടില്ല നിങ്ങൾ, ഭയങ്കര മഴ ചെയ്ത പോലെ അല്ലയോ, ഹ്യൂമിഡിറ്റിയാണ് കേട്ടോ. അതായത് ഇങ്ങനെ വിങ്ങി നിന്നിട്ട് ഇങ്ങനെ ആവി പോലെ ആയിട്ട് ഒരു വേപ്പറൈസ് ആവില്ലേ, അതാണ് സംഭവം. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയായിരുന്നു. എന്തായാലും തണുപ്പാണെന്നുണ്ടെങ്കിൽ രസം, ഇതിപ്പോൾ ചൂടായിട്ട് ശ്വാസം കിട്ടാത്ത പോലത്തെ ഒരവസ്ഥ ഉണ്ടാവില്ലേ, അങ്ങനെയാണ്. പിന്നെ ഞങ്ങൾ തിരിച്ച് ഫ്ലൈറ്റിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് എന്തൊക്കെ വന്നാലും നമ്മൾ പൊരുതി മുന്നോട്ട് പോകണം കേട്ടോ, അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്തെങ്കിലുമൊക്കെ വന്നിക്കണമെന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കണമെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും നമ്മൾ തളർന്നെടുക്കരുത്. നിങ്ങൾക്കറിയാലോ, ഞാൻ എൻ്റെ ലൈഫിൽ തളരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതെന്താ റീസൺ എന്നുള്ളത്. അത് എൻ്റെ വീഡിയോസിൽ നമ്മൾ എപ്പോഴും കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിന് മാത്രമാണ് ഞാൻ കുറച്ചൊന്ന് ഡൗൺ ആയി പോവാറ്. അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എൻ്റെ പഠിച്ചവൻ അൽഹംദുലില്ലാ ഒരു ഓക്കെ ആയിട്ട് എനിക്ക് തന്നെ പഠിച്ചോണിൻ്റെ എനർജിയും എല്ലാം തിരിച്ചിട്ട് തരും. ആ സമയം വരെ ഞാനൊന്ന് ഡൗൺ ആവും. എങ്ങനെ പഠിച്ചോനെ എപ്പോഴും അങ്ങനെ കേട്ടോ, നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യം വെച്ചിട്ട് നമ്മളെ ഫെയ്ത്ത് നോക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ഇതിൽ എല്ലാം എന്താ ഒരു ഇതിൽ ആ ഒരു രീതിയിൽ അങ്ങ് എടുത്തിട്ട് മുന്നോട്ട് പോകുക, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ എന്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരിട്ടല്ലേ പറ്റുള്ളൂ, നമുക്ക് എവിടെ ഒളിച്ചോടി പോകാനൊന്നും പറ്റൂലല്ലോ. അപ്പോൾ ഞങ്ങൾ പിന്നെ ഒന്ന് പുറത്ത് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നാണ്. ഒന്ന് പുറത്തൊക്കെ ഇറങ്ങിയാൽ ഉഷാറാവുമെന്ന് പറഞ്ഞിട്ട് നമുക്കൊന്ന് പുറത്തൊക്കെ പോയി വരാമെന്ന് പറഞ്ഞിട്ട് പുറത്ത് പോയിട്ടുണ്ടായിരുന്നാണ്. ഉഷാറാവാൻ ഞാൻ തളർന്നെടുക്കൊന്നും ആയിരുന്നില്ല, എന്നാലും നമുക്ക് രണ്ടാം കൂടിയൊക്കെ ഒന്ന് പുറത്ത് പോകാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇക്ക ഷോപ്പിൽ നിന്ന് വന്നതിൻ്റെ ശേഷം 12:45 അങ്ങനെ ആയിട്ടുണ്ടായിരുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ ഒന്ന് ദിബയിലൊക്കെ ഒന്ന് ഇങ്ങനെ കറങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. 12 മണി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങനെ ബീച്ചിലൊന്നും പോയിരിക്കാനൊന്നും, ഒരുവിധം ബീച്ചൊക്കെ ക്ലോസ് ആക്കുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ചൂടും ആയില്ല, ഇനിയിപ്പോൾ ബീച്ചിലൊക്കെ പോയിരിക്കലും കണക്കണം. ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ പോകണേലും വരണേലൊക്കെ ഇൻഷാ അല്ലാ ഇനിയിപ്പോൾ തണുപ്പാവണം, എന്നാലേ ഈ ഒരു രസം ഉണ്ടാവുള്ളൂ. അങ്ങനെ ഞങ്ങൾ ദിബൽ ഹസനും എല്ലായിടത്തും ഒന്ന് കറങ്ങിയിട്ട് പിന്നെ ഒരു ചായ, എനിക്ക് ഇഷ്ടമല്ലാത്തതാണ് കേട്ടോ ചായ അങ്ങനെ കുടിക്കണം, പക്ഷെ എന്നോട് കുടിക്കണം, എനിക്ക് വേണ്ടി കുടിക്കണം എന്ന് പറഞ്ഞിട്ട് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നാണ്. അല്ല പിന്നെ ഇങ്ങനെ ഇതെനിക്കിഷ്ടം കേട്ടോ, പരിപ്പ് വട വാങ്ങിച്ചു. അങ്ങനെയൊക്കെ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഈ ഷോപ്പിൽ വന്നിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ വാങ്ങിക്കാറുണ്ട്. പിന്നെ ഞാൻ ഒരൊറ്റ സമൂസ ബാക്കി ഉണ്ടായിരുന്നതിന് അത് വാങ്ങിച്ചിട്ട് ഞങ്ങൾ രണ്ടാളും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, മാഷാ അല്ലാ. അപ്പോൾ ഏതായാലും ഇന്നത്തെ വിശേഷം അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി ബാക്കി വീഡിയോ ഒക്കെ ആയിട്ട് അടുത്ത ദിവസം വരുന്നുണ്ട്. നിങ്ങളെല്ലാവരും തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും പ്രാർത്ഥനയ്ക്കൊക്കെ ഒരുപാട് സ്നേഹങ്ങളോട് തിരിച്ചുകൊണ്ട്. അപ്പോൾ ഏതായാലും ഇനി ഇൻഷാ അല്ലാ അടുത്ത വീഡിയോ ആയിട്ടൊക്കെ വരുന്നുണ്ട്. ഇനി എന്നാ വീഡിയോ ഇടാന്നറിയില്ല, ഇൻഷാ അല്ലാ ഞാൻ സ്ഥിരമായിട്ടൊക്കെ വീഡിയോ ഇടാൻ നോക്കുന്നുണ്ട്. നമ്മളെ സ്നേഹമുള്ളവരിങ്ങനെ പറയുന്നുണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ ഇനി എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.